ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് കുടുംബസമേതമാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇന്നൊരു ഉദ്ഘാടനം ഉണ്ട്, അപ്പം അതിന് പോവാണ് കേട്ടോ. ഉദ്ഘാടനം ചെയ്യുന്നത് ഞങ്ങളൊന്നല്ല കേട്ടോ, ഏട്ടൻ്റെ ഫാമിലിയിലുള്ളൊരു ചേച്ചിയുടെ അടുത്തോട്ടാണ് കേട്ടോ പോകുന്നത്. അവരൊരു പെട്രോൾ പമ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമാണെന്ന്. അപ്പോൾ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അതാ അവിടെ എത്താറായിട്ടോ. നല്ല കൊട്ടും പാട്ടൊക്കെ ആയിട്ട് നല്ല മേളം തന്നെയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ പെട്രോൾ പമ്പ്. ഉദ്ഘാടനം ചെയ്യുന്നത് MP രാജേഷാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരുപാട് റിലേറ്റീവ്സിനെ കണ്ടു. അപ്പോൾ ഞങ്ങൾ അവരോടൊക്കെ സംസാരിക്കുകയാണ്. ഇച്ചുക്കുട്ടനെ എല്ലാവരും വന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിൽ കാണുന്ന പോലെ അല്ല, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആൾ പമ്മിയിരിക്കും കേട്ടോ. അപ്പോൾ അത് ഏട്ടൻ്റെ മൂത്ത ചേച്ചിയാണത്. അപ്പോൾ ചേച്ചി ഇതാ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് പോസ് ചെയ്യാണ് കേട്ടോ. ഇച്ചുക്കുട്ടനെ എടുക്കാൻ വേണ്ടിയിട്ട് ആൾ നോക്കുന്നുണ്ട്, പക്ഷെ അച്ഛൻ്റെ അടുത്തുനിന്ന് പോരണില്ല. അങ്ങനെ ഒരു വിധത്തിൽ അവനെ അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് ഇതാ ജ്യൂസുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു പൈനാപ്പിൾ ജ്യൂസ് എടുത്ത് അവന് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ സ്നാക്സ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഞാനൊന്നും കഴിച്ചില്ല. ഏട്ടനൊരു സമൂസയാണ് കേട്ടോ എടുത്തത്. അതിനുശേഷം ഇതാ നമ്മുടെ MP രാജേഷ് വരാറായി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് പോയതാണ് കേട്ടോ. അവിടെ മേളമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇത് എന്ത് കൊട്ടാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിനുശേഷം ഇതാ ഏട്ടൻ്റെ 2 ചെറിയ ചേച്ചിമാരാണ് കേട്ടോ. അത് ഒരു ട്വിൻസാണ് കേട്ടോ. അപ്പോൾ അത് അവരുടെ കൂടെ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് നിൽക്കുമ്പോഴാണ് MP രാജേഷ് എത്തിയത്. അപ്പോൾ പിന്നെ ഫോൺ എടുത്തിട്ട് വേഗം ഞാൻ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് പോയിട്ടോ. വീഡിയോ എടുക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ MP രാജേഷിനെ മാത്രം കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ തിക്കും തിരക്കിൻ്റെ ഇടയിൽ ഞാൻ അവരുടെ പിന്നാലെ പോയി. അങ്ങനെ ഒരു വിധത്തിൽ വീഡിയോ ഒക്കെ കിട്ടി. അങ്ങനെ ഇതാ MP രാജേഷ് സ്റ്റേജിലേക്ക് കയറുകയാണ്. പിന്നെ അവിടെ എത്തിയിട്ട് കുറേ പ്രസംഗങ്ങളും കാര്യങ്ങളും സ്വീകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ തിരഞ്ഞ സാധനം എൻ്റെ കയ്യിലേക്ക് കിട്ടി കേട്ടോ. ഉദ്ഘാടനം പറഞ്ഞാൽ ആദ്യം ഓർമ്മ വരുന്നത് ലഡ്ഡു അല്ലേ. ഞാൻ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അങ്ങനെ ലഡ്ഡു കിട്ടി. ഞാനും മിച്ചുക്കുട്ടനൊക്കെ നല്ല രീതിയിൽ ലഡ്ഡു ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവർ നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾ രാവിലെ നേരത്തെ വന്നതുകൊണ്ട് തന്നെ ഞാൻ അവന് ഓട്സാണ് കേട്ടോ ഉണ്ടാക്കിയത്. രാവിലെ നേരത്തെ ആയതുകൊണ്ട് അവൻ കുറച്ചേ കഴിച്ചുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ലഡ്ഡു നല്ല രീതിയിൽ തന്നെ കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ക്യാമറ ഓണാക്കിയപ്പോൾ പിന്നെ അവൻ ഒളിച്ചേ പിടിച്ചേ കളിക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ ക്യൂട്ട്നെസ് വാരി എറിയലാണല്ലോ അവൻ്റെ പണി. അത് കഴിഞ്ഞിട്ട് ഇത് അവിടെയുള്ള ആൾക്കാരൊക്കെ MP രാജേഷിൻ്റെ കൂടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇച്ചുക്കുട്ടൻ അവിടെയുള്ള ഒരു ചേച്ചി ഒരു റോസ് പൂ കൊടുത്തു കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലായി കളി. അത് പിടിച്ച് മണക്കുന്നു, ചെവിയിൽ വെക്കുന്നു. പിന്നെ അതിൻ്റെ ഇതളൊക്കെ പിടിച്ച് പൊട്ടിച്ചിടലൊക്കെ കേട്ടോ പണി. അതിൻ്റെ ഇതൾ പറിച്ച് ലാസ്റ്റ് അതിൻ്റെ പൂവിലൊന്നും ഇല്ലാതായി കേട്ടോ. ആ ഇതൾ മുഴുവൻ അവിടെ വിതറും ചെയ്തു. അങ്ങനെ ഞങ്ങൾ മെല്ലെ അവൻ അവിടെ നിന്ന് കൊണ്ടുപോയി കേട്ടോ. ഇത് കണ്ടിട്ട് സ്നേഹം കൊണ്ട് എനിക്ക് തരാമെന്നൊന്നും വിചാരിക്കണ്ട, അതപ്പം തന്നെ അവൻ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത്. അവരുടെ വക തന്നെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും മിച്ചിട്ടനും ഇതാ സ്റ്റെപ്പ് കയറിയിട്ട് പോവാണ്. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഏട്ടനും പിന്നാലെ വന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കൈ വിട്ടിട്ട് ഏട്ടൻ്റെ കൂടെ പോയി ഇച്ചുട്ടൻ. അവന് എന്നേക്കാൾ കൂടുതൽ ഇഷ്ടം അച്ഛനാണ് കേട്ടോ. അതായത് അച്ഛൻ്റെ കൂടെ നടക്കുമ്പോഴാണ് അവന് കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഇതാ ഫുഡ് വന്നു. റൈസ്, പൊറോട്ട, ചില്ലി ചിക്കൻ, കോളിഫ്ലവർ, സോയാബീൻ കറി, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീം, ഫ്രൂട്ട് സലാഡ്, അങ്ങനത്തെ ഐറ്റംസ് വേറെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ നേരെ അച്ഛനെയും അമ്മേനെയും മൂത്ത ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ അവിടെ എത്തിയപ്പോൾ ഇച്ചുക്കുട്ടന് നല്ല സന്തോഷമായിരുന്നു. വീട്ടിൽ മുറ്റത്ത് ഇറങ്ങാത്ത ആൾ അവിടെ മുറ്റത്ത് ഇറങ്ങി കളിക്കുക. പിന്നെ നല്ല ഭംഗിയുള്ള വീടായിരുന്നു കേട്ടോ. ഒരു പഴമ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു വീടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നല്ല മരങ്ങളും നല്ല തണുപ്പൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഇച്ചുക്കുട്ടനെ മുറ്റത്ത് ഇറക്കാറില്ല. അപ്പോൾ ഇച്ചുക്കുട്ടൻ ഇവിടെ വന്നപ്പോൾ ഫുൾ മുറ്റത്ത് തന്നെ ആയിരുന്നു കേട്ടോ. അവിടെ ഒരു നായ ഉണ്ടായിരുന്നു, അതിൻ്റെ പിന്നാലായിരുന്നു ഇച്ചുക്കുട്ടൻ. അങ്ങനെ ഇതാ ഈ വീടൊക്കെ ഞാനൊന്ന് ചുറ്റി നടന്ന് കാണിച്ചു തരാം കേട്ടോ. പണ്ടത്തെ സിനിമകളിലൊക്കെ കാണുന്ന വീടുകൾ പോലെ ഉണ്ട് കാണാൻ. നല്ല രസമായിരുന്നു, നല്ല തണുപ്പായിരുന്നു കേട്ടോ അവിടെ. ഒരുപാട് മുറ്റങ്ങളും മരങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ നായ ഇതാണ് കേട്ടോ. ഇതിനെ സീസർ എന്നാണ് കേട്ടോ വിളിക്കുക. അതാ വീടിനോട് ചേർന്നൊരു കിണറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബോബു ഉറങ്ങിയോ? എവിടെ? അങ്ങനെ ഞങ്ങൾ അച്ഛനും അമ്മേനെ അവിടെ ആക്കിയിട്ട് വീണ്ടും തിരിച്ചു വന്നു കേട്ടോ. തിരിച്ചു വരുന്ന വഴിയിൽ മുഴുവനും ശ്രീകൃഷ്ണ ജയന്തിയുടെ ആഘോഷങ്ങളായിരുന്നു. കുട്ടി കണ്ണന്മാർ, രാധകളും
അങ്ങനെ നല്ല രസമായിരുന്നു. കൊട്ടും പാട്ടൊക്കെ ആയിട്ട് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ വഴിയിൽ. അങ്ങനെ കുറേ കണ്ണന്മാർ രാധകളെയൊക്കെ കണ്ടു. അങ്ങനെ ഒരു ഭാഗത്ത് കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ ഭാഗത്ത് കുറച്ച് ഒരു കൃഷ്ണനും കുറച്ച് രാധകളും കൂടി നല്ല ഡാൻസ് ആയിരുന്നു കേട്ടോ. കുറച്ച് നേരം അതും കണ്ടു. ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ കാണാൻ പറ്റി. കോലൊക്കെ എടുത്ത് കളിക്കുന്ന കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കൈകൊട്ടിക്കളി പോലെ ഉണ്ടായിരുന്നു. അവർ നിയന്ത്രിക്കാൻ കൂടെ ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ കുറച്ച് ഗംഭീര പരിപാടിയാണ് കേട്ടോ. കുറച്ചധികം ആൾക്കാർ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല ബ്ലോക്കായിരുന്നു. അങ്ങനെ ബ്ലോക്കിൽ നിന്ന് ഒരു വിധത്തിൽ മുന്നോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിൽ നല്ല പച്ച വിരിച്ച പാടങ്ങളായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അങ്ങനെ പാടങ്ങളൊക്കെ കണ്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോയി. അപ്പോഴാണ് വീട്ടിലേക്ക് മീൻ വാങ്ങണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു മീൻ കട എത്തിയപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തി. കുറേ മീനുകളുണ്ടായിരുന്നു. അയിലയും നെയ്മീനാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത്. എന്ത് മീമിയാ വേണ്ട? മത്തിയോ? എന്ത് മീമിയാ വേണ്ട? വായന്ന് വരലെടുക്ക. എന്ത് മീമിയാ വേണ്ട? കൈ എടുക്കരുത്. അങ്ങനെ മീനൊക്കെ വാങ്ങി തിരിച്ചു വരുമ്പോൾ 2-3 മിഠായിയും വാങ്ങിയിട്ട് ഞാനും ഇച്ചുക്കുട്ടനൊക്കെ മിഠായി കഴിക്കാണ് കേട്ടോ. ഇച്ചുക്കുട്ടൻ ഇങ്ങോട്ട് എത്തുമ്പോൾ ഡ്രസ്സൊന്നുമില്ല കേട്ടോ മുകളിൽ. അങ്ങനെ വീണ്ടും വലിയൊരു ബ്ലോക്കിൽ പെട്ടു. അപ്പോൾ പാട്ടിൻ്റെ ഒപ്പം അച്ഛനും മകനും ഗംഭീര ഡാൻസാണ് കേട്ടോ. എന്ത് അങ്ങനെ ഡാൻസൊക്കെ കഴിഞ്ഞു. ചേച്ചി ഇറങ്ങേണ്ട സ്ഥലമെത്തിയപ്പോൾ ചേച്ചി ഇറങ്ങിപ്പോയി കേട്ടോ. അപ്പോൾ ഇച്ചുട്ടൻ അയ്യായി പോയി എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അമ്മായി എന്നാണ് പറയണത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോഴേക്കും അത്യാവശ്യം സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ടൈമിൽ ഇച്ചുക്കുട്ടൻ കാലൊക്കെ പുറത്തേക്ക് ഇട്ടിട്ടാണ് കേട്ടോ വരുന്നത്. എത്ര പറഞ്ഞിട്ട് ആൾ കേൾക്കണില്ല. വാശി കുറച്ച് കൂടുതലാണ് കേട്ടോ. അങ്ങനെ എന്താച്ചാ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ തന്നെ വെച്ചു. അങ്ങനെ ഇന്നത്തെ യാത്ര ഇവിടെ കഴിഞ്ഞു കേട്ടോ. ഇനി വീട്ടിലെത്തിയിട്ട് വേണം ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.